അങ്ങനെ നമ്മുടെ അജയ് വാക്ക് കൊടുക്കുവാണ്, 22 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ വല്യമ്മാവന്റെ മകൾ അഭിരാമിയെ ഞാൻ കണ്ടെത്തുമെന്ന്. അതേസമയം തന്നെ നമ്മുടെ ഭൂമി കുടുംബ പൂജയ്ക്ക് വേണ്ടിയിട്ട് നിവേദ്യങ്ങളുമായിട്ട് തന്റെ സ്വന്തം തറവാട്ടിൽ തന്നെ 22 വർഷങ്ങൾക്ക് ശേഷം കാലുകുത്തുവാണ്. ആർക്കും അറിയില്ല ഇത് അഭിരാമിയാണെന്നുള്ള കാര്യം. പക്ഷേ അവിടെ എത്തുന്ന നമ്മുടെ അഭിരാമി തന്റെ കസിനായ അഞ്ജനയുമായിട്ട് കൂട്ടിമുട്ടയും അഞ്ജനയുടെ കരണം നോക്കി ഒന്ന് പുകയ്ക്കുകയാണ്. അഭിരാമിയും അഞ്ജനയും കൂടി നേരെയുള്ള യുദ്ധമായിരിക്കും ഇനി വരാൻ പോകുന്നത്. മുത്തശ്ശിക്ക് അവിടെ വെച്ച് നമ്മുടെ അഭിരാമിയെ നമ്മുടെ ഭൂമിയോട് കൂടുതൽ ഇഷ്ടം തോന്നുകയും നമ്മുടെ സത്യന് ഇതെന്റെ മകളുമായിട്ട് എന്തൊക്കെയോ ചായ ഉണ്ടല്ലോ, എൻ്റെ വൈഫ് സുമിത്രയായിട്ട് എന്തൊക്കെയോ സ്വഭാവ എന്താ പറയുക സവിശേഷതകൾ അതേപോലെ തന്നെ ഇവക്കും ഉണ്ടല്ലോ എന്ന് തോന്നുകയും മകളാണോ എന്ന് ഡൗട്ട് അടിക്കുകയാണ്. തുടർന്ന് അവിടെ വെച്ച് നമ്മുടെ അച്യുതനെ ഭവാനി കാണുന്നു. ഭവാനി അച്യുതനെ കാണുമ്പോൾ അച്യുതൻ അതിനു മുന്നേ തന്നെ നമ്മുടെ അഭിരാമിയുടെ മാല ഊരി മേടിക്കുകയാണ്. കാരണം ആ തറവാട്ടിലെയാണെന്ന് അറിയിക്കാനായിട്ടുള്ള ഒരേ ഒരു അടയാളം ആ ഒരു നാഗമാലയാണ്. അങ്ങനെ അച്യുതനെ കാണുന്നതും ഭവാനി അച്യുതന്റെ പിന്നാലെ ഓട്ടിക്കുകയും തുടർന്ന് അച്യുതനിൽ കള്ളത്തരം ഉണ്ടെന്നും അഭിരാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും നമ്മുടെ ഭവാനി മനസ്സിലാക്കുകയും ശേഷം നമ്മുടെ അച്യുതനെ കൊല്ലാനായിട്ട് ഗുണ്ടകൾ അയക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഭവാനി. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ കിടുക്കനാണ് മക്കളെ. ഇന്നത്തെ ജൂൺ 17-ാം തീയതിയിലെ അജയുടെയും ഭൂമിയുടെയും എപ്പിസോഡ് 13-ന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് ഭൂമി വീട്ടിൽ വന്നിട്ട് രാത്രി ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് കരയുവാണ്. എന്താ എൻ്റെ അച്ഛൻ്റെ സർജറി നടത്താനൊരു മാർഗം എന്ന് പറഞ്ഞിങ്ങനെ കുടുകുടാ കരയുവാ രാത്രി. അപ്പോഴേക്കും പെട്ടെന്ന് അമ്മ അംബികയുടെ ശബ്ദം കേൾക്കുക. മോളെ നീ ഉറങ്ങിയില്ലേ, നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഒന്നുമില്ല അമ്മേ എന്ന് പറയുക. അപ്പോഴത്തേക്കും നാളെ പ്രസാദം കൊടുക്കാൻ പോകാനുള്ളതാണ്, കിടന്നുറങ്ങെന്ന് പറയുക. അങ്ങനെ ശരി അമ്മേ എന്ന് പറഞ്ഞ് നമ്മുടെ ഭൂമി കിടന്ന് കരയുവാണ്. കട്ടിലിൽ തന്നെ അങ്ങനെ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുന്നു. അടുക്കളയിൽ നമ്മുടെ ലക്ഷ്മി ചേച്ചിയും അംബികയും അതുപോലെ നമ്മുടെ ഭൂമിയും എല്ലാവരും കൂടെ നിന്ന് നിവേദ്യങ്ങൾ ഒരുക്കുക. പായസത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര കൂടിപ്പോയെന്ന് ഭൂമി പറയുക. അപ്പോഴത്തേക്ക് ഇല്ല മോളെ, നീ തന്നത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ലപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ സൗഭാഗ്യപുരത്താണ് ഇന്ന് പൂജ, മോക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അംബിക. എനിക്കറിയാമേ, അത് ഈ നാട്ടിലെ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ഉള്ള ആൾക്കാരാണ്, അവരെന്നാ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ശരിയാണോ മോളെ? എനിക്ക് അറിയില്ല അമ്മേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അമ്മയെ പ്രപ്പോസ് ചെയ്ത കഥ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ അംബിക പറയുക, ശീലാവതി നാടകം നടക്കുന്ന സമയത്ത് നിന്റെ അച്ഛൻ അവിടെ വന്നിരുന്ന് കണ്ട് അവിടെ നിന്ന് കയ്യും കലാശവും ഒക്കെ കാണിച്ച് പിന്നീട് ഞാനും അങ്ങനെ കുടുങ്ങി എന്നെ പ്രപ്പോസ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് പഴയ കഥകളൊക്കെ പറഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് നമ്മുടെ അംബിക പറയാണ്, മോളെ അച്ഛൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കിടന്നെടുത്ത് കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു, നീ ഒന്ന് ചോദിക്കണേ, എന്തെങ്കിലും അസുഖമാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ചോദിച്ചാൽ എന്നെ വഴക്ക് പറയുമെന്ന് പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി പറയാ, അച്ഛൻ്റെ മൂക്കിലൊരു കുരു ഉണ്ടായിരുന്നു, അത് പഴുത്ത് പൊട്ടിയതായിരിക്കും, ഞാൻ എന്തായാലും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്, അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിന്ന് ഭൂമി ഒറ്റയ്ക്ക് നിന്ന് കരയുക. പിന്നീട് നമ്മുടെ അച്ചുവേട്ടൻ പത്രം വായിക്കുക. പത്രം വായിക്കുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ കേസ് CI അജയ് തെളിയിച്ചു, അത് ആത്മഹത്യയാണെന്ന് എഴുതി തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഭൂമിയെ വിളിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുക. ഭൂമി വായിക്കുമ്പോൾ ഭൂമിക്ക് മനസ്സിലാവുന്നു ഭൂമി പറഞ്ഞ ആ ഒരു ഐസ് കട്ടയുടെ ഐഡിയൊക്കെ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് കേസ്. അപ്പൊ തന്നെ ഭൂമി അച്ഛനോട് പറയാ, അച്ഛാ ഇത് തലച്ചോറ് മോഷ്ടിച്ചെടുത്താ ഈ കേസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറയാം. അപ്പൊ ഇനി എന്തായാലും ഭൂമി അജയും കൂടെ നേരെ കാണുമ്പോൾ താൻ കേസ് തെളിയിച്ചത് എൻ്റെ ഐഡിയ കൊണ്ടല്ലേ എന്ന് ഭൂമി ഉറപ്പായിട്ടും ചോദിക്കും. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സൗഭാഗ്യപുരം വീട്ടിലെ നമ്മുടെ എന്താ പറയാ ഭർത്താവിന്റെ ഫോട്ടോയിലെല്ലാം വണങ്ങി നിൽക്കുവാണ് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി. എന്നിട്ട് പറയാ, സർവമംഗള മംഗല്യേ ശിവേ സർവാദ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് പറയുന്ന മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് പൂജയുടെ ഒരുക്കങ്ങളൊക്കെ അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വരിക. പെട്ടെന്ന് നമ്മുടെ അജയ് അങ്ങോട്ട് വന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞ അനുഗ്രഹം വാങ്ങിക്കുക. അപ്പൊ പറയാ, മോനെ ലക്ഷ്മി പൂജയാ, ഇന്ന് നീ ലീവല്ലേ? ലീവാണോ എന്ന് ചോദിച്ചാൽ ആണ് മുത്തശ്ശി, പക്ഷെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് പോകണം. അതെങ്ങനെ ശരിയാകും? വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ലക്ഷ്മി പൂജയല്ലേ, പണവും സമാധാനവും സ്നേഹവും അധിക പണമൊന്നും നമുക്ക് വേണ്ടെന്നും അതുപോലെ തന്നെ പണവും സമാധാനവും സ്നേഹവും അത്യാവശ്യത്തിന് നമുക്ക് കിട്ടണമെന്നൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കർമ്മമല്ലേ മോനെ ഇത് എന്ന് പറയുക. അപ്പോഴത്തേക്കും ഭവാനി അങ്ങോട്ട് വരിക. അപ്പൊ സംഗീതയും അഞ്ജന എവിടെയാണ് മുത്തശ്ശി ചോദിക്കുക. അപ്പൊ അവര് റെഡിയാവുന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാണ്, എൻ്റെ മോൻ സത്യനാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്, പക്ഷേ അവൻ്റെ ഭാര്യ സുമിത്രയും അഭിരാമിയും മകൾ അഭിരാമി ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, മരിച്ചോ ജീവിച്ചോ ആരെങ്കിലും കൊന്നോ എന്ന് പോലും ആർക്കും അറിയില്ല എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി ഇങ്ങനെ ഒരുമാതിരി പരിങ്ങി നിൽക്കുക. കാരണം ഭവാനി ആണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നില്.
അവരെങ്ങനെയെങ്കിലും കണ്ടെത്തണം മോനെ എന്ന് പറയാണ് മുത്തശ്ശി അജയോട്. ഞാൻ കണ്ടെത്തും ഭവാനിയും, ഞാൻ കണ്ടെത്തും എന്തായാലും അഭിരാമിയും അതുപോലെ തന്നെ അമ്മായിയും എവിടെയാണെന്ന് എനിക്ക് അറിയണം, ഞാൻ കണ്ടുപിടിക്കും, അവരിന് ജീവിച്ചോ മരിച്ചോ എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ആ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ അജയ്. പിന്നീട് നമ്മുടെ ഭവാനി ഒരുമാതിരി അങ്ങ് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുക, ഭവാനി നീ എന്താ മാറി നിൽക്കുന്നത്, ശരിയല്ലേ ഞാൻ പറഞ്ഞത് അവരെ കണ്ടെത്തണ്ടേ? അതെ അതെ അമ്മയെ കണ്ടെത്തണം എന്ന് പറഞ്ഞൊരു പരിങ്ങളോടെ പറയാണ്. എന്നിട്ട് പറയാണ്, അഭിരാമി ഉണ്ടായിരുന്നേൽ ഇപ്പോൾ ഇവിടെ നിന്റെ മകളെപ്പോലെ തന്നെ നിറഞ്ഞു നിൽക്കേണ്ടവളായിരുന്നു. ഈ വീട്ടിൽ 3 പെൺകുട്ടികളായിരുന്നു ജനിച്ചിരുന്നത്. ഒന്ന് ഈ പറയുന്ന അജയുടെ ചേച്ചി അജയുടെ സഹോദരി അനുപമ, 2 നമ്മുടെ അഞ്ജന, 3 അഭിരാമി. ഇവർക്ക് 3 പേർക്കും ഞാൻ ഒരേപോലത്തെ മാല കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മാലയെങ്കിലും അഭിരാമിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കാമായിരുന്നു. പൂജയ്ക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അഞ്ജന എടുത്തും ആ മാല ഇട്ടിട്ട് വേണം വരാൻ പറയാൻ എന്ന് പറയുക. അങ്ങനെ പിന്നീട് ഭവാനി അതെ ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മോളെ വിളിക്കാനായിട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ അച്ചുവേട്ടനെ കാണിക്കുക. അച്ചുവേട്ടൻ വീട്ടിൽ കാറിൽ വന്ന് ഇറങ്ങുക, എന്തോ ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്താ എന്ന് അംബിക ചോദിക്കുക. പെട്ടെന്ന് അങ്ങോട്ടേക്ക് അത് കണ്ടുകൊണ്ട് ഭൂമിയും വരുവാണ്. ദേ മോളെ നോക്കെന്ന് പറഞ്ഞ് ഭൂമിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അച്ഛൻ. അപ്പം ഭൂമി തുറന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി നീല കളർ സാരിയും അതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചതെല്ലാം ഉണ്ട്. അപ്പോൾ അച്ഛൻ അടിപൊളിയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അപ്പം നിന്റെ അളവ് ബ്ലൗസ് കൊടുത്ത് ഞാൻ തയ്പ്പിച്ചതാ. ഇന്ന് നീ വലിയ ആ വീട്ടിലോട്ടല്ലേ പൂജയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നീ ഉറപ്പായിട്ടും ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല അവരുടെ സ്റ്റാറ്റസിന് യോജിച്ച രീതിയിൽ നീ നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഈ സാരിയൊക്കെ ഉടുത്ത് വേണം അടിപൊളിയായിട്ട് പോകാനെന്ന് പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ അംബിക ചോദിക്കണം, എന്തുവാ മനുഷ്യ നിങ്ങൾ മോളെ അങ്ങോട്ട് കെട്ടിച്ചു വിടാനൊന്നും അല്ലല്ലോ പോകുന്നത്. അതേടി ഞാൻ ആദ്യം എൻ്റെ മകളെ കെട്ടിച്ചു വിടും, എന്നിട്ട് നിന്നെ കെട്ടിച്ചു വിടും, അതിനുശേഷം ഞാനും ഒരു പെണ്ണ് കെട്ടും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അംബിക പറയാ, എന്തിനാ നിങ്ങൾ കുഴമ്പ് ഇട്ട് തരാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക. മരിച്ച് മണ്ണടിയാറായി, ചത്ത് മണ്ണടിയേണ്ട പ്രായമായി, അപ്പോഴാ അയാളുടെ എന്നിങ്ങനെ പറയാ. പെട്ടെന്ന് ഭൂമിക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരെ. ഭൂമി അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവേട്ടനും അതുപോലെ തന്നെ അംബികയും കൂടെ ഞെട്ടുക. എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛൻ്റെ മരണത്തെ കുറിച്ചിട്ടാണോ അമ്മ സംസാരിക്കുന്നത്? അത് മോളെ ഞാൻ തമാശയ്ക്കാണെങ്കിലും അച്ഛൻ്റെ മരണ കാര്യമൊന്നും പറയണ്ട എന്ന് പറയുക. പെട്ടെന്ന് തന്നെ തമാശയ്ക്ക് പറഞ്ഞ കാര്യം ഭൂമി സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അംബികയ്ക്ക് ഭയങ്കര വിഷമാവുക. അങ്ങനെ അംബിക കാറിൻ്റെ അവിടെ വിഷമിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറയുക, അമ്മയ്ക്ക് വിഷമായി മോളെ, മാപ്പ് പറയാൻ പറയുക. അങ്ങനെ ഭൂമി സോറി അമ്മേ, നടനത്തിലകം എൻ്റെ ഒന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറയുക. അങ്ങനെ ഒരു വിധത്തിൽ അംബിക പറയണം പോയി ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഭൂമി ഡ്രസ്സ് മാറാനായിട്ട് പോവുക. ഇതേ സമയം നമ്മുടെ അഞ്ജന ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഭവാനി വരുവാണ്. സൗഭാഗ്യപുരം വീട്ടിലെ കഥയാണേ. അപ്പോൾ വേഗം റെഡിയാവാന്ന് പറയാം. മുത്തശ്ശി തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശി എന്തിനാ എങ്ങനെയാണ് തിരക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ സ്കൂളിലെ ഓരോരോ രീതികൾ, എനിക്കും ഓവറായിട്ടാ തോന്നുന്നത് മുത്തശ്ശി എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ഭവാനി വാതിലടച്ചിട്ട് പറയുക, ബി കെയർഫുൾ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ഇനി അങ്ങോട്ട് കിട്ടത്തില്ല, നമ്മൾ ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും. അതിന് മുന്നേ എങ്ങനെയെങ്കിലും അജയ് എന്ന് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ടാർഗറ്റ്, മറക്കണ്ട എന്ന് പറയുക. അപ്പോഴത്തേക്കും അതെ അജയ് എന്നെ ഇപ്പോൾ വേണ്ടാത്ത കണക്കാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വാശി അവനെ വിവാഹം കഴിക്കണമെന്ന് എന്നിങ്ങനെ പറയാം. എന്നിട്ട് നമ്മുടെ അഞ്ജനയുടെ കയ്യിൽ മാല എടുത്ത് കൊടുക്കുവാണ് നമ്മുടെ ഭവാനി, ആ നാഗമാല. ഇതേ സമയം നമ്മുടെ അഭിരാമിയും വീട്ടിൽ ഒരുങ്ങിക്കൊണ്ട് ആ മാല എടുത്ത് കഴുത്തിൽ ഇടുവാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ കഥയിൽ കാണിക്കുന്ന നമ്മുടെ അഭിരാമി ആ ഒരു തറവാട്ടിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി പറയുക, ഇനിയിപ്പം അവനെ ഉറപ്പായിട്ടും ആ അഭിരാമി എന്നോ മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അഭിരാമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ആ വീട്ടിലേക്ക് വരുവാണ്. അപ്പം നാളെ മൊത്തത്തിലാകെ കളർഫുൾ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്, നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ.